السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹസ്സലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ പരിപൂർണ്ണ നിലയ്ക്ക് നീ ഹസ്സലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹസ്സലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ടം വെച്ചവർ, ഇതിന്റെ മുഹിബ്ബീങ്ങള്, ഇതിന്റെ ഖാദിമീങ്ങള്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അല്ലാഹുവേ നീ കൊയക്കല്ല അല്ലാഹ്. അല്ലാഹുവേ നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് നീ ബലാഅകൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് നീ മുസീബത്തുകൾ കൊടുക്കല്ല അല്ലാഹ്. ഒരു നിലക്കും അല്ലാഹ് പ്രയാസത്തിൽ നീ പെടുത്തല്ല തമ്പുരാനേ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടിലായവര്, വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഞെരുക്കത്തിലും വലിയതായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് നമ്മളെ മജ്ലിസ് കാണുന്നവരിലുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവേ നീ അവർക്ക് നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹ് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ശർറിന്റെ കവാടങ്ങൾ നീ കൊട്ടി അടക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 8ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം അല്ലാഹു വലുതായി ബഹുമാനിച്ച ആദരിച്ച മാസമാണ് ദുൽഹിജ്ജ മാസം. അതിന്റെ 8ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ആദ്യത്തെ 10 ദിനങ്ങൾ. അതിൽ 7 ദിവസങ്ങൾ നമ്മൾ ഇന്ന് കടന്നുപോയി. 8ാമത്തെ പകലിലാണ്. നാളെ 9ാമത്തെ പകല്, അതിന്റെ ശേഷം 10ാമത്തെ പകല്. നാളത്തെ പ്രത്യേകത എന്താണ് മുഅ്മിനീങ്ങളെ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നാളെ അറഫാ ദിനമാണ്. എന്താണ് അറഫാ ദിനം? എന്താണ് മുഅ്മിനീങ്ങളെ അറഫാ ദിനം? എന്താണ് അറഫ? എന്താണ് അതിന്റെ ശ്രേഷ്ഠതകൾ? എന്തൊക്കെയാണ്? അന്നത്തെ നോമ്പെടുത്താൽ, നാളത്തെ നോമ്പനുഷ്ഠിച്ചാൽ അവനക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് കുറച്ച് വിശദീകരിക്കാം. കുറച്ച് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉടനെ നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നലത്തെ മജ്ലിസ് ഇല്ലാതിരുന്നത് കുറെ ആളുകളാണ് അന്വേഷിക്കുന്നത്. ഞങ്ങളെ ഇന്നലെ മജ്ലിസ് ഇല്ലായിരുന്നല്ലോ, എന്താണ് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ, വിവരങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട്. ഇന്നലെ മജ്ലിസ് ഇല്ലാതിരുന്നത് എനിക്ക് കണ്ണൂർ ജില്ലയിലായിരുന്നു പരിപാടി. അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ലേറ്റായി പോയി. അതുകൊണ്ടാണ് ഇന്നലത്തെ മജ്ലിസ് ഇല്ലാതിരുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ദിക്റുകളെയും ദുആകളെയും നമ്മൾ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകളെയും ഇസ്തിഗ്ഫാറിനെയും സ്വലാത്തിനെയും അല്ലാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് നീ കബൂലാക്കണേ തമ്പുരാനെ. പരിശുദ്ധമാക്കപ്പെട്ട അറഫാ ദിനം, എന്റെ മുഅ്മിനീങ്ങളെ, എന്താണ് അറഫാ ദിനം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് അഫ്ദലു ദുആ ദുആഉ യൗമി അറഫാ. അഫ്ദലു ദുആഉ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന അത് ഏത് ദിവസത്തിലെ പ്രാർത്ഥനയാണ് മുഅ്മിനീങ്ങളെ? യൗമി അറഫ, അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അല്ലാഹു ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കുന്ന ദുആ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണെന്ന് മുത്തളീമത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. നാളത്തെ ദിവസം എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യാൻ മറന്നു പോകല്ലേ. നിങ്ങളുടെ ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കുന്ന, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകളിൽ അല്ലാഹു ഏറ്റവും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന അത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. അറഫയുടെ വൈകുന്നേരത്തിൽ ചൊല്ലപ്പെട്ട ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനം ദിക്ർ എന്തെന്നറിയോ എന്റെ മുഅ്മിനീങ്ങളെ? ഞാനും എനിക്ക് മുന്നേ കടന്നു വന്നിട്ടുള്ള അമ്പിയാക്കളും ചൊല്ലപ്പെട്ട ദിക്ർ, അവര് പറയപ്പെട്ട ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വചനമാണ് എന്റെ മുഅ്മിനീങ്ങളെ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വചനമാണ്. തൗഹീദിന്റെ വചനമാണ് എന്റെ മുഅ്മിനീങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കാം. അറഫാ ദിനത്തിൽ ദിക്റുകൾ അധികരിപ്പിക്കാം. അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയി മജ്ലിസിൽ അധികരിപ്പിക്കുന്ന ദിക്റാണ്. നമ്മൾ മജ്ലിസ് തുടങ്ങുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദിന്റെ വചനം കൊണ്ടാണ്. അല്ലാഹുവേ, അധികരിപ്പിക്കാൻ അല്ലാഹ് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അറഫാ ദിനത്തിൽ അല്ലാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് പോലെ വേറൊരു ദിനത്തിനും അല്ലാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കില്ല എന്ന് മുത്തളീമത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. മുഅ്മിനീങ്ങളെ, അറഫാ ദിനത്തിൽ അല്ലാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കുന്നത് പോലെ വേറൊരു ദിനത്തിലും അല്ലാഹു നരകത്തിൽ നിന്ന് അടിമകളെ മോചിപ്പിക്കില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് മുഅ്മിനീങ്ങളെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി അറഫയിലെ ആദ്യ രാവാണ് ഇന്നത്തെ രാവ്. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മുറുകെ പിടിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വചനം അധികരിപ്പിക്കാം, ദിക്റുകൾ അധികരിപ്പിക്കുക. പിന്നെയോ ഈ അറഫാ ദിനത്തിൽ ധാരാളം അമലുകളെ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ പാരായണം, ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കാം. ഇന്നത്തെ രാവും നാളത്തെ പകലും അല്ലാഹുവിനെ ഭാഗ്യം നൽകണം അല്ലാഹ്. ഈ അറഫാ ദിനം ലോകത്തിന് നൽകുന്ന സന്ദേശം തൗഹീദിന്റെ സന്ദേശമാണ്. നിങ്ങളെ തൗഹീദിന്റെ സന്ദേശമാണ്. അത് മുറുകെ പിടിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നാളത്തെ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളെ നാളത്തെ അറഫാ ദിനത്തിലെ നോമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നാളത്തെ നോമ്പ് ആരെങ്കിലും നോറ്റാൽ, ആരെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനിക്ക് വരാനിരിക്കുന്ന 2 കൊല്ലത്തിന്റെയും കഴിഞ്ഞുപോയ 2 കൊല്ലത്തിന്റെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു ദിവസമായി മതി എന്റെ മുഅ്മിനീങ്ങളെ 2 കൊല്ലത്തെ ശ്രദ്ധ ലഭിക്കാൻ. ഒറ്റ ദിവസം, ഈ ഒരു ദിവസത്തെ നോമ്പ് ആരെങ്കിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന 2 കൊല്ലത്തെ നോമ്പ്, 2 കൊല്ലത്തിന്റെയും കഴിഞ്ഞുപോയ 2 കൊല്ലത്തിന്റെയും പാപങ്ങൾ അല്ലാഹു പൊറുക്കും.
എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കും. എല്ലാ പാപങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് പുറത്തു തരും. വന്ന് കഴിഞ്ഞു പോയ 2 കൊല്ലത്തിന്റെയും വരാനിരിക്കുന്ന 2 കൊല്ലത്തിന്റെയും എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നാളത്തെ ദിവസത്തിന് ആരും പായാക്കരുത്. നാളത്തെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ, നാളത്തെ ദിവസത്തിൽ സൽക്രമങ്ങൾ ചെയ്യാൻ, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. മറ്റന്നാളത്തെ പകല് അല്ലാഹുവേ വലിയ വലിയ കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം മറ്റന്നാളത്തെ ദിവസത്തിനെ പറ്റിയും പെരുന്നാൾ ദിവസത്തിനെ പറ്റിയും അതിലുള്ള അമലുകളെ പറ്റിയും ഇൻഷാ അല്ലാഹ് മജ്ലിസിലും ക്ലാസ്സിലുമായി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് നമ്മളിൽ നിന്ന് പുറപ്പെട്ട് ധാരാളം ഹാജിമാർ അല്ലാഹുവേ അവരുടെ എല്ലാ കർമ്മങ്ങളും അവർക്ക് പൂർത്തീകരിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെയും ആ പരിശുദ്ധമാക്കപ്പെട്ട ആ കർമ്മത്തിലേക്ക്, ഹജ്ജിന്റെ കർമ്മത്തിലേക്ക് അല്ലാഹ് ഞങ്ങളെ നീ എത്തിക്കണം അല്ലാഹ്. അതിനുള്ള സമ്പത്തോ സമ്പാദ്യമോ അതിനുള്ള ഒരു കാര്യവും അല്ലാഹ് ഞങ്ങളുടെ അടുത്തില്ല. അല്ലാഹുവിനെ എത്തിക്കണം അല്ലാഹ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരായി അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്, ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മജ്ലിസ് ഉണ്ടാകും, ഒരു ക്ലാസ് ഉണ്ട്. അതിൽ ഹജ്ജ് 6 ലക്ഷം ഹജ്ജ് ചെയ്തവന്റെ കൂലി ലഭിക്കുന്ന ഒരു അമല് പറയുന്നുണ്ട്. എല്ലാവരും ആ ക്ലാസ് കേട്ട് ഇന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടി അമലിനെ പൂർത്തീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ക്ലാസ്സിലെല്ലാം, ഈ മജ്ലിസിലെല്ലാം ഇത് കഴിഞ്ഞാൽ 10 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസ് ഇടും, നമ്മളൊരു ക്ലാസ് ഇടും ഇൻഷാ അല്ലാഹ്. അതിൽ പറയുന്നുണ്ട് എല്ലാവരും ആ ക്ലാസ് വീക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തബറക്കിന് വേണ്ടി, ഇന്നത്തെ ദിവസത്തിന്റെ ബർക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ്, നാളത്തെ ദിവസത്തിന്റെ ബർക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ്, ഒരു തബറക്കിന് വേണ്ടി ഇൻഷാ അല്ലാഹ് പറഞ്ഞൊരു നസീഹത്ത് എന്നോണം പറഞ്ഞെന്ന് മാത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശറഫാക്കപ്പെട്ട ആ റൗളാ ഷരീഫിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ ഈ ഫാത്തിഹ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളാ ഷരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പിന്നീട് മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ എല്ലാവരും ഓതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ചൊല്ലുന്ന ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, സ്വലാത്തുൽ ഫാത്തിഹ എല്ലാം അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇലാ ഹദ്റതി ഹബീബിനാ വശഫീഇനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വശുഹദാഇ വസ്സദ്ദീഖീന വസ്സാലിഹീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ
حضرة سيدنا وسندنا قطب الرباني والعوس الصمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجسطير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة
سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي با حسن زمل الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيم مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചൊല്ലുക. എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ പല ഉദ്ദേശം വെച്ച് മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ് അവരെ മുറാദുകൾ നീ ഹസനാക്കണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്തുണ്ടല്ലോ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ ഇടങ്ങേറും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് എല്ലാ മുസീബത്തുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് ജീവിതത്തിൽ വലിയ ഐശ്വര്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ് വലിയ സലാമത്തേകണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ കൊയക്കല്ല അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ചൊല്ലിക്കോ എൻ്റെ കൂടെ ചൊല്ലിക്കോ യാ ഹയ്യു യാ ഖയ്യൂം 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹു ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ മുറാദും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ് ഈ പ്രഭാത സമയത്ത് ഇതാ ഞങ്ങളിതാ നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നു അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ദിക്ർ ചൊല്ലുന്നു അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ല അല്ലാഹ് നീ വിജയം നൽകണേ അല്ലാഹ് ഈ സയ്യിദിയ മജ്ലിസിനെ അല്ലാഹ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തി
ഉയർത്തണേ അല്ലാഹ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികളുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് നീയാണ് ഷാഫിഉ തമ്പുരാനെ, നീയാണ് ഷാഫിഉ തമ്പുരാനെ, നീയാണ് ഷാഫിഉ തമ്പുരാനെ. നീ ശിഫയേകണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അടുത്ത ദിക്ർ ചൊല്ലിക്കോ, എൻ്റെ കൂടെ ചൊല്ലിക്കോ. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ദീനിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. നീ നിർത്തണേ അല്ലാഹ്. ഞങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. പിഴച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കല്ല അല്ലാഹ്. അടിയാറുകൾക്ക് പുറത്തു നൽകണേ അല്ലാഹ്. അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അടിയാറുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ കാത്തോളണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ല അല്ലാഹ്. നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല അല്ലാഹ്. നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. നീ വിജയികളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു ഇസ്തിഗ്ഫാറാണ്. ചൊല്ലിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ പുറത്തു നൽകണേ അല്ലാഹ്. നീ മാപ്പ് നൽകണേ അല്ലാഹ്. ചൊല്ലിക്കോ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അർഹമുർറഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഹൃദയത്തിൽ അല്ലാഹ് കിബ്ർ നൽകല്ല അല്ലാഹ്, ഹസദ് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ലാഹ്, അഫു നൽകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ അല്ലാഹ്, മാപ്പേകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് സ്വലാത്തുൽ ഫാത്തിഹ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഏറ്റുചൊല്ലിക്കോ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സകലമാന മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്, ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل على سيدنا
محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم
والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹയിലെ അല്ലാഹുവേ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്, നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ തളർത്തല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്, നീ കൊയക്കല്ല അല്ലാഹ്. അല്ലാഹുവേ 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 നരകമോചിതരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്, നീ ചേർക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ഈ മഹത്താക്കപ്പെട്ട മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലുള്ള മജ്ലിസ്, അവിടുത്തെ നോട്ടമുള്ള മജ്ലിസ്, അവിടുത്തെ ഇജാസത്തുള്ള മജ്ലിസ് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ പേരക്കിണാവായ ഇന്തോനേഷ്യയിലെ ചീന സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കേരളക്കരയിലെത്തിയ മഹാനായ ഖുത്ബ് ഹസൻ ജമലുൽ പാപ്പയുടെ നോട്ടമുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് കൂട്ടമായി ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകളാണ് പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഇടങ്ങേറിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ധാരാളം പ്രയാസങ്ങളും ഇടങ്ങേറുകളും പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാം അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയവര് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനേ. തങ്ങളുപ്പാ എൻ്റെ വീടെടുത്തിട്ട് വർഷങ്ങളായി ഇതുവരെയും പണി പൂർത്തിയായിട്ടില്ല. വിവാഹപ്രായമായ ഒരു മോളുണ്ട്. തങ്ങളുപ്പാ വീട് പണി തീരാനും മോളുടെ കല്യാണം ശരിയാവാനും എൻ്റെ ഭർത്താവിന് നല്ല ചിന്ത മനസ്സിൽ വരാനും തങ്ങളുപ്പാ ദുആ ചെയ്യണം. ഞാൻ ഈ മജ്ലിസിനെ എന്നും ഇഷ്ടം വെച്ചു ഇരിക്കുന്ന ആളാണ്, എന്നും ദുആ ചെയ്യണം. മജ്ലിസിൽ നേർച്ച വെച്ചിട്ടുണ്ട്, എല്ലാ മുറാദുകളും ഹസിലാവാൻ തങ്ങളുപ്പാ തൗഫീഖ് നൽകണേ എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരു സഹോദരി റഹ്മത്തുർ റഹീമീനായ അല്ലാഹുവിന്റെ വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും നീ കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ ഹൃദയത്തോട് ഇഷ്ടം വെക്കുന്ന ഒരു സഹോദരിയാണ് അല്ലാഹ്, എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ് അല്ലാഹ്. നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്. മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കാവല് അവരെ ജീവിതത്തിൽ കൊടുക്കണം അല്ലാഹ്. പൊന്നുമോളുടെ കല്യാണം അല്ലാഹു എത്രയും പെട്ടെന്ന് നടന്നു കാണാൻ അല്ലാഹു ഇനി തൗഫീഖ് കൊടുക്കണം അല്ലാഹ്. ആ പൊന്നുപ്പാക്കും പൊന്നുമാക്കും കൺകുളിർമയോടെ കാണാൻ നീ തൗഫീഖ് കൊടുക്കണം അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണം അല്ലാഹ്. ഭർത്താവിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. നല്ല ചിന്ത നീ മനസ്സിലിട്ട് കൊടുക്കണം അല്ലാഹ്, നീ ഇട്ട് കൊടുക്കണം അല്ലാഹ്. രോഗം മാറാൻ, ബുദ്ധിമുട്ട് മാറാൻ, മക്കള്
ജോലി കിട്ടാൻ ദുആ ചെയ്യണം ഞങ്ങളുപ്പാ. അല്ലാഹുവേ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ശിഫ നീ കൊടുത്തനുഗ്രഹിക്കണം അല്ലാഹ്. അല്ലാഹുവേ പൊന്നുമക്കൾക്ക് ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ കൊടുത്തനുഗ്രഹിക്കണം അല്ലാഹ്. തങ്ങളെ എൻ്റെ ഉമ്മച്ച ക്യാൻസർ പേഷ്യന്റ് ആണ്, അടുത്ത ആഴ്ച ചെക്കപ്പാണ്, ശിഫക്ക് വേണ്ടി ദുആ ചെയ്യണേ റഹ്മർ റഹീമീനായ അല്ലാഹ്. ആ പൊന്നുമാക്ക് ആജിലായ കാമിലായ ശിഫ നീ കൊടുത്തനുഗ്രഹിക്കണം അല്ലാഹ്, നീ കൊടുത്തനുഗ്രഹിക്കണം അല്ലാഹ്. കടങ്ങൾ വീടാനും മക്കള് സ്വാലിഹായി വളരാനും മക്കൾക്ക് ഖൈറായ കല്യാണം കിട്ടാനും നിങ്ങളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹുവേ. അർഹമർ റഹീമീനായ തമ്പുരാനെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. ഖൈറായ അല്ലാഹുവേ കല്യാണം ശരിയാവാൻ ആ പൊന്നുമക്കൾക്ക് ഖൈറായ കല്യാണം നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹസിലാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. മുറാദുകൾ ഹസിലാവാൻ ദുആ ചെയ്യണേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാം എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറി റാഹത്തോടുകൂടി രോഗങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഉൾപ്പെടുത്തുന്ന ഈ മജ്ലിസിന് വല്ലാത്ത സമാധാനമാണ് ഞങ്ങളിപ്പോ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുൽ ഫാത്തിഹന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ സകലമായ പ്രയാസം നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ മനസ്സമാധാനം കൊടുക്കണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. തങ്ങളിപ്പാ ഞങ്ങളെല്ലാ പ്രയാസവും മാറാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. വീട്ടിലെ പ്രയാസം നീങ്ങിപ്പോവാൻ കടം വിടാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. തങ്ങളിപ്പാ ഞാൻ ഒരുപാട് വിഷമത്തിലാണ് ദുആ ചെയ്യണേ. ആമീൻ ആമീൻ. ദുആയിൽ ഉൾപ്പെടുത്തണേ. മക്കള് സ്വാലിഹീങ്ങളാവാൻ മുറാദുകൾ ഹാസിലാവാൻ ദുആ ചെയ്യണേ. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. തങ്ങളിപ്പാ എന്നും മജ്ലിസിൽ കാണുന്നു വല്ലാത്ത വയറുവേദനയാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണം അല്ലാഹ്. ഞങ്ങളിപ്പാ വീട് പണി 8 വർഷമായി പെട്ടെന്ന് തീർന്നൊരു വീടാവാൻ തടസ്സം നീങ്ങാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഖൈറായൊരു ഭവനം നീ എത്രയും പെട്ടെന്ന് നീ പണിയിച്ചു കൊടുക്കണം അല്ലാഹ്. മുറാദുകൾ ഹസിലാവാൻ ദുആ ചെയ്യണേ. എല്ലാം ഹലാലായ മുറാദിൽ നീ ഹസിലാക്കണം അല്ലാഹ്. മക്കൾ നന്നാവാനും കടങ്ങൾ വീടാനും ദുആ ചെയ്യണേ അല്ലാഹുവേ. പൊന്നു മക്കളെ സ്വാലിഹീകൾ ചേർക്കണം അല്ലാഹ്. എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് ജോലി കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാഹ്. കടങ്ങൾ വീടാൻ ദുആ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തണേ മുറാദുകൾ ഹസിലാവാൻ ഇൻഷാ അല്ലാഹ്. മകന് ഖൈറായ ജോലി കിട്ടാനും മകന് സ്ഥലം എടുക്കുന്നതിന് ഖൈറായ സ്ഥലം കിട്ടാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹസിലാവാൻ ദുആ ചെയ്യണേ. ഞങ്ങളുടെ ധാരാളം ദുആ വസിയത്തുകൾ റഹ്മർ റഹീമീനായ തമ്പുരാനെ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാഹ്. ഒരു ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം രോഗികൾ അല്ലാഹു ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ റഹ്മർ റഹീമീനായ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. വിജയികളിൽ ചേർക്കണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ജീവിത വിജയികളിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട അറഫാ ദിനത്തിൽ പങ്കെടുക്കാനും പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ ദിനത്തിൽ പങ്കുചേരാനും അല്ലാഹുവേ പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങളിൽ പങ്കുചേരാനും അല്ലാഹ് ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കൂട്ടമായിട്ടുള്ള ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله
يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ് ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ് ഉത്തരം നൽകണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഈ ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ് അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് അവരെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ് അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ് മക്കളെ നന്നാക്കണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ് ലഹരിക്ക് അടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ് മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ് നീ കൊടുക്കല്ലേ അല്ലാഹ് റൗഡികളാക്കല്ലേ അല്ലാഹ് തമ്മാടികളാക്കല്ലേ അല്ലാഹ് വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് കടമാണ് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് തങ്ങളെ ലക്ഷക്കണക്കിന് കടമുണ്ട് കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ് അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള
വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഖൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഖൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമർ റഹീമീനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എന്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള
എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് എൻ്റെ ദീപകാരൻ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദീപകാർ, അവരെ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്, അവരെ നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹസിലാക്കണം അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്, അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണം അല്ലാഹ്, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണം അല്ലാഹ്, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണം അല്ലാഹ്. സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണ ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്, ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണം അല്ലാഹ്, വിശാല നൽകണം അല്ലാഹ്, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് കൊണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്, എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
زوال الإيمان ومن شر الشيطان ومن ظلم السلطان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. السلام عليكم ورحمة الله.